السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. صدق الله مولانا العظيم. علامة حب الله حب طاعة الله. صدق رسول الله. لاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف نور ثم حادثتي في كل نائبة إلا من الله. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു പാവപ്പെട്ട നമ്മെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് വഴിപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സ്നേഹത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് ഈമാനിക ആവേശത്തോടുകൂടെയുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം പൂർണ്ണവിശ്വാസിയായി സന്തോഷത്തോടെ മരണപ്പെടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ച് വേർപിരിഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിൻ്റെ അഹ്ലുകാരായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈമാൻ ശരിപ്പെടുത്തുന്നത്, ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുന്നത് പടച്ച തമ്പുരാനെ സ്നേഹിച്ച് വഴിപ്പെടുന്ന വിഭാഗം മാത്രമാണ് എന്നതാണ് ഖുർആനിൻ്റെ സന്ദേശം. സത്യവിശ്വാസികളായ ആളുകൾ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ഫീലിംഗ്, ഒരു അനുഭവം അവർക്കുണ്ടാകും.
ഇവിടെ ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു, എന്നിട്ടെന്ത് ഫലം, എന്ത് സ്വാധീനം ചെലുത്തി നിന്റെ ആ ജീവിതത്തിൽ ആ പ്രവർത്തനങ്ങളും വിശ്വാസവും എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ നേട്ടം മരിച്ചു ചെന്നിട്ടല്ലേ, ഇവിടെ ഒന്നും കാണൂലല്ലോ. അങ്ങനെയല്ല. ഈമാനിൻ്റെ അനുഭവം, ഈമാനിൻ്റെ അനുഭൂതി, ഈമാനിൻ്റെ മാധുര്യം ഈ ലോകത്ത് വെച്ച് തന്നെ മുഅ്മിനായ മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് ദീനിന്റെ മുന്നറിയിപ്പ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫരി കമാ യക്റഹു അൻ യുഖദ ലഹു നാറുൻ ഫയുഖ്ദഫു ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി, 3 കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, 3 കാര്യങ്ങൾ ഒരു മുസ്ലിമിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവന് ഈ ലോകത്ത് വെച്ച് തന്നെ, ഈ ജീവിതത്തിൽ തന്നെ അവന് അനുഭവിക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഏതൊരുവനിലുണ്ടോ അവന് ഈമാനിന്റെ മധുരം ഈ ജീവിതത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യം? 1, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അവന് ഏറ്റവും പ്രിയങ്കരമായത്, അവൻ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും ആയിരിക്കുക. മിമ്മാ സിവാഹുമ, അത് രണ്ടുമല്ലാത്ത ഏതിനേക്കാളും എന്തിനേക്കാളും ഏറ്റവും സ്നേഹം അല്ലാഹുവിനോടും റസൂലിനോടുമായിരിക്കുക. കുടുംബത്തോടോ സന്താനങ്ങളോടോ സ്ഥാനമാനങ്ങളോടോ ധനത്തോടോ ഒന്നും തന്നെ താല്പര്യമില്ലാതിരിക്കുക. അതിനേക്കാൾ ഉപരി അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. ഏറ്റവും സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയും. 1, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി, ആരെ സ്നേഹിക്കുകയാണെങ്കിലും, മനുഷ്യരിൽ ആരെ സ്നേഹിക്കുകയാണെങ്കിലും, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. അല്ലാഹുവിനെയും റസൂലിനെയും മാത്രം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. മനുഷ്യരിൽ ചിലരെയൊക്കെ സ്നേഹിക്കേണ്ടതുണ്ട്, അവരോടൊക്കെ കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അങ്ങനെ ബാധ്യതയുള്ള, കടപ്പാടുള്ള ആ രീതിയിൽ മനുഷ്യരിൽ ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ആ സ്നേഹം കാഴ്ചവെക്കുന്നത് ഭൗതികമായ കാര്യത്തിന് വേണ്ടിയാകരുത്, തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്ക. ഭാര്യയെ നീ സ്നേഹിക്കുന്നത് എന്തിനാ? അള്ളാന്റെ പൊരുത്തം കിട്ടാനാകണം. മക്കളെ നീ സ്നേഹിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ഇങ്ങനെ ഈ നിലയിൽ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥ സ്നേഹമാവില്ല, അത് കപട സ്നേഹമാവില്ല. ഇവന് കാര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ തള്ളനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല, സ്വത്തൊക്കെ എഴുതിയും തന്നു വാപ്പ, ഇനി തന്തനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? ഒന്നും തന്തയിൽ നിന്ന് കിട്ടാനില്ലല്ലോ. അങ്ങനെയല്ല. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒന്നും എനിക്ക് കിട്ടാനില്ലെങ്കിലും, ഭൗതികമായ ജീവിതത്തിൽ ഒരു നേട്ടവും കാര്യലാഭവുമില്ലെങ്കിലും എന്റെ തമ്പുരാന്റെ നിർദ്ദേശമുണ്ട് എന്നോട്, ഈ വൃദ്ധനായ പിതാവിനെ സ്നേഹിക്കണമെന്ന്, വൃദ്ധമാതാവിനെ സ്നേഹിക്കണമെന്ന്, എന്റെ സന്താനങ്ങളെയും ഭാര്യയെയും സ്നേഹിക്കണമെന്ന്, എന്റെ സഹോദരന്മാരെ സ്നേഹിക്കണമെന്ന് ഉടമസ്ഥന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ആ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് ഞാനിതാ സ്നേഹിക്കുന്നു. അപ്പൊ മനുഷ്യരിൽ ആരെ സ്നേഹിക്കുകയാണെങ്കിലും
അള്ളാഹുവിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കുക. 2. 3. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫർ. സത്യത്തിൽ എത്തിപ്പെട്ടതിനു ശേഷം, സൽസരണിയിൽ മെമ്പർഷിപ്പ് കിട്ടിയതിനു ശേഷം, സത്യപ്രസ്ഥാനത്തിൽ അംഗമായതിനു ശേഷം ഇനി ഈ ഈമാനിന്റെ വലയം വിട്ട്, ഇസ്ലാമിന്റെ വൃത്തം വിട്ട് പുറത്തു പോകുന്നതിനെ വെറുക്കുക. ഏതുപോലെ കമാ യക്റഹു അൻ യൂഖദ ലഹു നാറുൻ ഫയുഖ്ദഫു ഫീഹാ. അഗ്നികുണ്ഠാരമൊരുക്കിയിട്ട് തീ ആളി കത്തിച്ചിട്ട് ആ അഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് എത്രമാത്രം അസഹ്യമാണോ, വെറുപ്പുള്ളതാണോ, അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുന്നത് എത്രമാത്രം അസഹ്യമായി തോന്നുന്നുവോ, അതുപോലെ ഈമാനിൽ നിന്ന് പുറത്തു പോകുമോ എന്ന പേടി, ഭയം. പടച്ചോനെ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമോ ഈ ഭയം. ഏതുപോലെ? അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുന്ന ഭയം പോലെ എപ്പോഴും പേടിച്ചു കൊണ്ടിരിക്കുക. ഈ 3 കാര്യങ്ങൾ ആരിലുണ്ടോ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈ 3 കാര്യങ്ങൾ മുഖേന ഈമാനിന്റെ ടേസ്റ്റ്, അനുഭവം അവനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നമ്മുടെ ഈമാന് ടേസ്റ്റ് ഇല്ല, അനുഭവമില്ല, ആനന്ദം നമുക്ക് കിട്ടണില്ല. എന്താ കാരണം? ഈ 3 കാര്യങ്ങൾ യഥാവിധി നമ്മിലില്ല. അതുകൊണ്ട് തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാമത്തു ഹുബ്ബില്ലാഹ് ഹുബ്ബു ദിക്രില്ലാഹ്. പടച്ചവനെ സ്നേഹിക്കുന്നവരിൽ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. ഉടമസ്ഥനായ റബ്ബിനെ സ്നേഹിക്കുന്ന വിശ്വാസികളിൽ ചില സ്വഭാവങ്ങളും പ്രത്യേകതകളും ഉണ്ടാകും. അതെന്താ? ദിക്റിനെ അവൻ ഇഷ്ടപ്പെടും. പടച്ചവനെ ഓർക്കുന്നത് വല്ലാത്ത ഇഷ്ടമായിരിക്കും. നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് 10 വർഷത്തോളം നബിയുടെ കൂടെ ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് നിലകൊണ്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കേട്ടു പുണ്യ നബിയിൽ നിന്ന്, അലാമത്തു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം. ഒരു മുഅ്മിൻ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബു ദിക്രില്ലാഹ്, അവന് അല്ലാഹുവിനെ ഓർക്കുന്നത് സന്തോഷമായിരിക്കും, ഇഷ്ടമായിരിക്കും. വഅലാമത്തു ബുഗ്ദില്ലാഹ് ബുഗ്ദു ദിക്രില്ലാഹ്, അല്ലാഹുവിനോട് വെറുപ്പുള്ള ആളുകൾ, ആ വെറുപ്പിന്റെ ലക്ഷണം ബുഗ്ദു ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നത് അവർക്ക് അരോചകമായിരിക്കും, വെറുപ്പായിരിക്കും. അള്ളാഹിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ എന്താ, അത് വേണ്ട, വേറെന്തെങ്കിലും ഓർത്തൂടെ, അവൻ അള്ളാഹിനോട് വെറുപ്പാണ്. സത്യത്തിൽ അള്ളാഹിനോട് സ്നേഹമുണ്ടോ? ഇടയ്ക്കിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറയുന്നുണ്ട്, അലാമത്തു ഹുബ്ബില്ലാഹ് ദവാമു ദിക്രിഹി, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ദവാമു ദിക്രിഹി, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അള്ളാഹിനെ അങ്ങനെ ഓർക്കലാണ്. അത് ഓർക്കുന്ന ആൾക്ക് സ്നേഹമുണ്ട് എന്ന് ആ ഓർമ്മയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തുകൊണ്ട്? ലിഅന്ന മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു, ഒരാൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും, ധാരാളമായി ഓർക്കും. പ്രേമഭാജനത്തെ കാമുകന്മാർ ഓർക്കുന്നത് എന്ത് സുഖ, ആ ഓർക്കൽ തന്നെ സുഖമായതുകൊണ്ട് അവർ ഓർക്കും. പണത്തെ ഇഷ്ടപ്പെടുന്നവൻ പണം ഓർക്കും, സുഖസൗഖ്യത്തെ ഇഷ്ടപ്പെടുന്നവൻ അതങ്ങനെ കിനാവ് കാണും. ഞാനിങ്ങനെ ബിസിനസ് ചെയ്ത് അതിൽ പുരോഗതി പ്രാപിച്ച്, ഞാനൊരു വണ്ടി മേടിച്ച് നല്ല വീടുണ്ടാക്കി, എന്നിട്ട് ഇങ്ങനെ പുരോഗതി പ്രാപിച്ച് അതങ്ങനെ സ്വപ്നം കണ്ടിരിക്കാൻ എന്ത് സുഖം. തകർന്ന് തരിപ്പണാകുന്നത് ഓർത്തിരിക്കാനും സ്വപ്നം കാണാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇഷ്ടമുള്ളത് മനുഷ്യൻ ധാരാളമായി ഓർക്കും, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അന്നമൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു, ഓർക്ക മാത്രല്ല, അള്ളാഹിനെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നന്നായി മാനിക്കുന്നവനായിരിക്കും. പടച്ചവന് പൊരുത്തമില്ലാത്ത മേഖല അവൻ ചിന്തിക്കുക പോലുമില്ല, എന്നിട്ടല്ലേ പ്രവർത്തിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ ഓർക്കുക പോലുമില്ല, എന്നിട്ടല്ലേ അത് പ്രവർത്തിക്കുക. നല്ല സൂക്ഷ്മതയായിരിക്കും. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം,
ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ യൗമൻ, നബി തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് വുളൂ ചെയ്തു. വുളൂ ചെയ്തപ്പോ സ്വഹാബത്ത് ചുറ്റും വട്ടം കൂടി നിൽക്കുകയാണ് വുളൂ പഠിക്കാൻ. അതിനിടയിൽ ഫജഅല അസ്ഹാബുഹു യതമസ്സഹൂന ബിവുളൂഇഹി, വുളൂ ചെയ്യുന്ന ഭാഗത്തേക്ക് സ്വഹാബത്ത് ഓടി വന്നിട്ട് നബി തങ്ങൾ വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം അവർ കയ്യിലെടുത്ത് യതമസ്സഹൂന, അവർ അവരുടെ ശരീരങ്ങളിൽ പുരട്ടി. എന്ത്? വുളൂ ചെയ്ത് ആ പരിപാവനമായ പുണ്യമുഖത്തും കരങ്ങളിലും സ്പർശിച്ച വെള്ളം താഴെ വീഴാൻ അനുവദിക്കാതെ സ്വഹാബത്ത് താഴ്ഭാഗത്ത് കൈ കാണിച്ച് കയ്യിൽ കിട്ടിയവർ യതമസ്സഹൂന ബിവുളൂഇഹി, മുഖത്തും ശരീരത്തിലും ആ വെള്ളം അങ്ങ് തേച്ചു. ഇത് കണ്ട് നബി തങ്ങൾ അവരോട് ചോദിച്ചു, മാ യഹ്മിലുക്കും അലാ ഹാദാ, ഇങ്ങനെ ഒരു പണി ചെയ്യിപ്പിച്ചതെന്തോ, എന്താ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യാൻ കാരണമെന്താ? ഞാൻ വുളൂ ചെയ്തപ്പോ ആ വെള്ളം നിങ്ങൾ കയ്യിലെടുത്ത് ശരീരത്തിൽ നിങ്ങൾ പുരട്ടാനും തടവാനും നിങ്ങൾക്ക് പ്രചോദനമായത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഖാലൂ, അവർ പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലിഹി, നബിയേ, ഞങ്ങൾക്ക് അങ്ങയോടും അല്ലാഹുവിനോടും സ്നേഹമാണ്. ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ഇതും കൂടെ അങ്ങ് ചെയ്തു, അത്രമാത്രം. ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. അവൻ നബി വിലക്കിയില്ല, ഇത് വ്യക്തിപൂജയാണ്, ഇത് ശരിയല്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞില്ല. അതിന് അനുവാദം നൽകിയിട്ട് അവരോട് വീണ്ടും പറഞ്ഞു, മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ വറസൂലഹു, നിങ്ങൾക്ക് അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് നിലനിർത്താനും അതിൽ സന്തോഷിക്കാനും നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ വറസൂലഹു ഔ യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ, അള്ളാഹുവും റസൂലും നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ അറിയുക, 3 കാര്യങ്ങൾ കൂടെ നിങ്ങൾ സൂക്ഷിക്കണം. കേവലം വുളൂഇന്റെ വെള്ളെടുത്ത് മേലെ പുരട്ടിയാൽ അതുകൊണ്ട് മാത്രാവൂല, 3 കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയണം. എങ്കിലേ ആ സ്നേഹം പൂർണ്ണവുള്ളൂ. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നിങ്ങളുടെ സ്നേഹം, അവനിൽ നിന്നും റസൂലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും പൂർണ്ണാർത്ഥത്തിലാകാൻ 3 കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നെന്താ? ഫല്യസ്ദുഖ് ഹദീസഹു ഇദാ ഹദ്ദസ, വാ തുറന്ന് നാക്ക് ചലിപ്പിക്കുമ്പോൾ സത്യം മാത്രമേ പറയാവൂ. അള്ളാഹുവിന് റസൂലിന് സ്നേഹം ഉണ്ടെങ്കിൽ അവരെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കുമ്പോൾ സത്യം തന്നെ പറയുക, സത്യം മാത്രം പറയുക. ഒരു ഹലാലായ നുണല്ലേ, ഒരു ചുളിവില്, അതുകൊണ്ട് ഒരു ദുരന്തമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അങ്ങനെ പാടില്ല. ഖുലിൽ ഹഖ വലൗ കാന മുറ, കയ്പനുഭവമാണ് നിനക്കുണ്ടാകുന്നതെങ്കിലും പരമാവധി സത്യം പറയാം. പിന്നെ കളവ് പറയാൻ ചില സാഹചര്യങ്ങൾ ശറഅ് പറഞ്ഞിട്ടുണ്ട്. കളവ് പറയൽ നിർബന്ധമാകുന്ന മേഖല, സുന്നത്താകുന്ന മേഖല, ഹലാലായ മേഖല, അതൊക്കെ മുമ്പ് പറഞ്ഞതാണെന്ന് ഞാൻ ഓർക്കുന്നു. ഏതായിരുന്നാലും തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി ഒരു അസത്യം ഒരിക്കലും പറയരുത്. സത്യം തന്നെ പറയുക, പരമാവധി സത്യം തന്നെ പറയുക, സത്യം കൈമുതലായി ജീവിക്കുക. അതുപോലെ തന്നെ വല്ലു അദ്ദി അമാനത്തഹു ഇദ ഇതുമിന, ഒരാൾ വിശ്വസിച്ച് വല്ലതും നിന്നെ ഏൽപ്പിച്ചാൽ, വിശ്വസിച്ച് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, വിശ്വസിച്ച് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അതിൽ നീ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യരുത്. ഇദ ഇതുമിന, നീ വിശ്വസിക്കപ്പെട്ടാൽ ആ വിശ്വാസത്തിൽ ഒരു വഞ്ചന ഒരിക്കലും ചെയ്യരുത്. സത്യസന്ധതയോടുകൂടെ ജീവിക്കണം. 2. 3 ഫല്യുഹ്സിൻ ജിവാറ മൻ ജാവറഹു, നീയുമായി അയൽപക്ക ബന്ധമുള്ള പരിചയമുള്ളവരോട് മാന്യമായ പെരുമാറ്റം കാഴ്ചവെക്കണം. ഈ 3 യോഗ്യതകൾ കൂടെയുണ്ടാകുമ്പോഴേ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെയാണല്ലോ. ഇഷ്ടമുള്ള ഒരാള്, ഇതിലൊരാൾക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് അയാളോട് ഇഷ്ടമാണെന്ന് സങ്കല്പിച്ചോ, ആ ആൾക്ക് ഇഷ്ടമല്ലാത്തത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ചെയ്യുമോ? ചെയ്യില്ലല്ലോ. ചെയ്യോ? ഒരാളെ ഇഷ്ടപ്പെട്ടു, അവിടുന്ന് തിരിച്ചും ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് വെറുപ്പുണ്ടാക്കുന്നത് വല്ലതും ചെയ്യോ? ചെയ്യൂല.
ചെയ്യൂലല്ലോ. അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമ്മൾ എപ്പോഴാ ഒഴിഞ്ഞു പോകൂലല്ലോ. അതുകൊണ്ട് തമ്പുരാന്റെ മുന്നിൽ നിന്ന് അവന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. അതാണ് നബി പറഞ്ഞത്, ഹുബ്ബു അലാമത്തു ഹുബ്ബില്ലാഹ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് പല അടയാളങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന അടയാളമാണ് ഹുബ്ബു ത്വാഅത്തില്ലാഹ്. അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നത് വെറുക്കുക. ഇത് പടച്ചവനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ചില ആളുകളുണ്ട്, മുസഹഫിന്റെ നടുവിലത്തെ പേജിന്റെ സംസാരം ആകാശലോകത്തുള്ള കഥയെ പറയാം, അള്ളാന്റെ റസൂലിന് സ്വന്തം ആളാന്ന് അവകാശപ്പെടും. അവന്റെ ജീവിതോ കെട്ടഴിഞ്ഞ ബുക്ക് പോലെ, പുസ്തകത്താള് പോലെ, ഒരു നിയന്ത്രണവുമില്ല, ഒരു സൂക്ഷ്മതയില്ല, തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഹഖായിഖ് ഇങ്ങനെ പറയാ, അല്ലാഹ് റസൂല് മുഹീദ്ദീൻ ഷെയ്ഖ് ആരാന്നറിയോ അങ്ങനെ പറഞ്ഞിട്ട് വലിയ കടത്തിണയിലിരുന്നിട്ട് തട്ടുക ഹഖായിഖ്. അങ്ങനെ ചില ആളുകളുണ്ട് പെരുമ്പാവൂര്. റമദാൻ മാസം നോമ്പ് പോലും നോൽക്കാതെ പരസ്യമായി ചായ കുടിച്ചിട്ട് എന്നിട്ട് പറയാ സ്വർഗത്തിന്റെ സംസാരം, മലക്കുകളുടെ ലോകത്തുള്ള കഥയൊക്കെ പറയാ, കള്ളൻ. മഹാനായ ഹാത്തിം റഹിമഹുല്ല പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരാൾ അവകാശപ്പെട്ടു. ബിഗൈരി സലാസ്, ആ മൂന്ന് കാര്യത്തോടൊപ്പം വേറെ മൂന്ന് കാര്യങ്ങളില്ല. മൂന്ന് കാര്യങ്ങൾ ഒരാൾ അവകാശപ്പെട്ടു, അത് തന്നിലുണ്ട് എന്ന് അവകാശപ്പെട്ടു. ബിഗൈരി സലാസ്, അതോടൊപ്പം മൂന്ന് കാര്യങ്ങൾ അവനിലില്ലെങ്കിൽ ഫഹുവ കല്ലാബ്, അവൻ കള്ളനാണ് എന്നല്ല പറഞ്ഞത്, കാദിബ് എന്നല്ല പറഞ്ഞത്, കല്ലാബ്, പെരുങ്കള്ളനാണ് അവൻ. മൂന്ന് കാര്യങ്ങൾ തന്നിലുണ്ടെന്ന ജൽപ്പനം, അവകാശവാദം, അതോടൊപ്പം മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത നിലയിൽ അവകാശപ്പെട്ടാൽ ഫഹുവ കല്ലാബ്, അവൻ വലിയ കള്ളനാകുന്നു. സൂക്ഷ്മത എന്ന് പറഞ്ഞത് വലിയൊരു സംഗതിയാണ്. ജീവിതത്തിൽ സൂക്ഷ്മത അള്ളാഹനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അനിവാര്യമാണത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബി തങ്ങൾ പറയുന്നുണ്ട്, മല്ലം യകുൻ ഫീഹി സലാസുൻ മല്ലം യകുൻ ഫീഹി, മൂന്ന് കാര്യങ്ങൾ ഒരുവനിൽ ഇല്ലെങ്കിൽ ഫലൈസ മിന്നി വലാ മിനല്ലാഹ്, ആ ആള് എന്റെ ആളല്ല, അള്ളാഹുവിന്റെയും ആളല്ല. ആ ആള് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഇല്ലെങ്കിൽ ആ ആള് ലൈസ മിന്നി, എന്റെ ആളല്ല, വലാ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ആളുമല്ല. ഏതാ മൂന്ന് കാര്യം? ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണ് ആ മൂന്ന് കാര്യം നബിയെ? സഹാബത്ത് ചോദിച്ചപ്പോ അവിടെ എണ്ണി പറഞ്ഞു, ഒന്ന് അൽ ഹിൽമു, സഹിഷ്ണുത. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ സഹിഷ്ണുതയോടുകൂടെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനുമുള്ള വിശാല മനസ്കത അത് വേണം. രണ്ട് വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. മൂന്ന് അൽ വറഉ, സൂക്ഷ്മത, ജീവിതത്തിലുള്ള സൂക്ഷ്മത. അത് വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അധിക അമൽ ഇബാദത്ത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടായി നിർബന്ധ ബാധ്യത ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞു, റകഅത്താനി മിൻ റജുലിൻ വരിഇൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു മുഅ്മിൻ, തെറ്റിലേക്ക് ഹറാമിലേക്ക് പോകാതെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനിൽ നിന്നുള്ള രണ്ട് റകഅത്ത്. റകഅത്താനി മിൻ റജുലിൻ വരിഇൻ, സൂക്ഷ്മതയുള്ള ഒരു മുസൽമാനിൽ നിന്നുണ്ടാകുന്ന രണ്ട് റകഅത്ത്. അഫ്ളലു മിൻ അൽഫി റകഅത്തിൻ മിൻ മുഖ്ലിത്തിൻ, നന്മയും തിന്മയും കൂട്ടിക്കലർത്തി, തിന്മ ചെയ്യുന്നു നന്മ ചെയ്യുന്നു രണ്ടും കൂട്ടിക്കലർത്തി ജീവിക്കുന്ന മനുഷ്യന്റെ 1000 റകഅത്ത് നമസ്കാരത്തെക്കാൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ 2 റകഅത്തിന് അല്ലാഹുവിങ്കൽ പോരിശയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. എന്ത്? അപ്പൊ സൂക്ഷ്മത വലിയൊരു കാര്യ. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ കിട്ടുക എന്നുള്ളത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലാ തൻദുറു ഇലാ സ്വലാത്തി അഹദിൻ വലാ ഇലാ സിയാമിഹി, നിങ്ങൾ ആരുടെ നിസ്കാരം കണ്ട് കുലുങ്ങണ്ട, അവന് മാർക്കിടണ്ട. വലാ ഇലാ സിയാമിഹി, അവന്റെ സുന്നത്ത് നോമ്പിന്റെ ആധിക്യം കണ്ടിട്ട് അവന് മാർക്ക് കൊടുക്കണ്ട. അതുകൊണ്ടൊന്നും ഒരാളെ തഖ്വ അളക്കാൻ പറ്റൂല. പിന്നെയോ അവന്റെ ജീവിതത്തിലെ വറഅ്,
അവന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം, അവന്റെ സത്യസന്ധത അതളക്കാതെ, അത് മനസ്സിലാക്കാതെ, ലാ തൻളുറു ഇലാ സ്വലാത്തി അഹദിൻ വലാ ഇലാ സിയാമിഹി, അവന്റെ നമസ്കാരങ്ങളും കർമ്മങ്ങളും കണ്ടിട്ട് അവനൊരു മുത്തഖിയാണെന്ന് നീ വിധി എഴുതേണ്ടതില്ല. ഹാത്തിം റഹിമഹുല്ല പറഞ്ഞതെന്താ? മനിദ്ദഅ സലാസൻ ബിഗൈരി സലാസിൻ ഫഹുവ കസ്സാബ്. പറഞ്ഞില്ലല്ലോ, 3 കാര്യങ്ങളോടുകൂടെ 3 കാര്യങ്ങളില്ലാതെ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് ജൽപ്പിക്കുന്നവൻ പെരുങ്കള്ളനാൻ. ഒന്നേതാ? ഹുബ്ബുല്ലാഹ് ബിഗൈരി വറഇൻ അൻ മഹാരിമിഹി. ഹുബ്ബുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എങ്ങനെ? ബിഗൈരി വറഇൻ അൻ മഹാരിമിഹി, അവൻ ഹറാമാക്കിയ കാര്യങ്ങളൊന്നും സൂക്ഷിക്കാതെ എനിക്ക് റബ്ബിനോട് സ്നേഹമാണെന്ന് പറയുന്നവൻ ഫഹുവ കദ്ദാബ്, അവൻ പെരുങ്കള്ളനാണ്. അപ്പോൾ ഒരു അവകാശവാദം എന്താ? ഹുബ്ബുല്ലാ, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിനെ സ്നേഹമാണ്, ഇതാണ് അവകാശവാദം. അതോടൊപ്പം എന്ത് വേണം? വറഉൻ അൻ മഹാരിമിഹി, അവൻ ഹറാമാക്കിയ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. ആ സൂക്ഷ്മതയില്ലാതെ ഹുബ്ബുല്ലാ, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ ഫഹുവ കദ്ദാബ്, അവൻ കള്ളനാകുന്നു. ഇപ്പൊ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ സൂക്ഷ്മതയിലും തട്ടിപ്പ. ഇത് ഇപ്പൊ നിസ്കാരത്തിൽ വ്യാജ നിസ്കാരം, കെലിമയിൽ വ്യാജൻ, ഇഖ്ലാസിൽ വ്യാജൻ. ഏത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കമായത്, അതിലും വ്യാജൻ. സൂക്ഷ്മത പാലിക്കുന്നിടത്ത് അവിടെ ഒരു തട്ടിപ്പ്. എങ്ങനെ ഈ സൂക്ഷ്മത പാലിക്കുന്നിടത്ത് തട്ടിപ്പ്? ഞാൻ ഓർത്തു പോകുന്നത്, ദീർഘനാളുകൾ സൗദിയിൽ ജോലി ചെയ്തൊരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു സംഭവം. ഒരു മലയാളിയെ അറബി മുതലാളി ഒരു കടയും കച്ചവടവും A-Z ഏൽപ്പിച്ചു. അറബി എന്നും രാത്രി വരും, കണക്ക് വാങ്ങും, പണം വാങ്ങും, കടയുടെ കീ വാങ്ങും, തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. കടയുടെ കൈകാര്യങ്ങൾ, മേൽനോട്ടം എല്ലാം ഈ മലയാളിയാണ്. എല്ലാം കൈകാര്യം ചെയ്യുന്ന ഈ മലയാളി സഹോദരൻ എന്നും ഒരു 50 റിയാൽ അവന്റെ ശമ്പളത്തിന് പുറമെ പതുക്കം കണ്ട് വലിച്ചെടുക്കും. കുറേ നാളിതിങ്ങനെ വലിച്ചെടുത്തപ്പോൾ ഒരു മനസാക്ഷിക്കുത്ത്, പഠിച്ചവനെ, ഈ ആൾ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതാണല്ലോ, കണക്കും എന്നെ ഏൽപ്പിച്ചു, പണവും എന്നെ ഏൽപ്പിച്ചു, താക്കോലും ഏൽപ്പിച്ചു, പിന്നെ ശമ്പളം തരുന്നതിന് പുറമെ ഞാൻ ഈ ചെയ്യുന്നത് വല്ലാത്ത അപരാധമാണല്ലോ എന്നുള്ളൊരു മനസാക്ഷിക്കുത്ത്. അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന്, ഈ അക്രമത്തിൽ നിന്നൊന്ന് തൗബ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഉൾവിളി. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അപ്പുറത്ത് ഹോട്ടലിൽ ക്ലാസ് കഴുകുന്നത് നാട്ടിൽ ഇന്ന പള്ളിയിൽ ഖത്തീബായി നിന്നൊരു മൊയ്ലിയാരാ. അപ്പം അങ്ങേരെ അടുത്ത് പോയി മസാല ചോദിച്ചാൽ മറക്കാതിരിക്കാൻ അയാൾക്കും നല്ലതാണ്, നമുക്കതിന് മറുപടിയും കിട്ടും. അപ്പോൾ മൊയ്ലിയരെന്തിനാ ഈ അറബിയാളെ ക്ലാസ് കഴുകുന്നത്? വേറെ ഗതിയില്ലാത്തതുകൊണ്ട്. നാട്ടിലെന്താ മക്കളെ പോറ്റാനുള്ളത് ഒന്നും കിട്ടൂല, പിന്നെ ഇപ്പോൾ നാട് വിട്ടു പോകല്ലാതെ അങ്ങനെ മൂല്യർ അങ്ങനെ പോയത്. അങ്ങനെയുള്ളപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇത് ഞാൻ പറയുമ്പോൾ മൂല്യരുണ്ടോ ഡയറക്റ്റായിട്ട് നേർക്ക് നേരെ കമ്പറ്റിക്കാരോട് ശമ്പളം കൂട്ടി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂല്യരൊരു വളവ് പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാരും അങ്ങനെ വിചാരിക്കേണ്ട, മാന്യമായ സാലറി ഇവിടുത്തെ കമ്മിറ്റി തരുന്നുണ്ട്, ഇനി തൽക്കാലം ഇവിടുത്തെ കമ്മിറ്റിക്കാർ എനിക്കും ഇവിടെ മറ്റുള്ള ജോലിക്കാർക്കും ശമ്പളം കൂട്ടേണ്ടതില്ല, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോ മൊയ്ലിയർ അങ്ങനെ പണി ചെയ്യുന്നു. ഈ 50 റിയാൽ വെച്ച് മോഷ്ടിക്കുന്ന ആള് ചെന്ന് പറഞ്ഞു, സംഭവം ഇങ്ങനൊരു തിന്മ തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, എന്താ ഇന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, തൗബ ചെയ്യാൻ എന്താ മാർഗം? മൊയ്ലിയർ വളരെ എളുപ്പം പറഞ്ഞു കൊടുത്തു, നീ അദ്ദേഹത്തോട് തുറന്ന് സമ്മതിക്കാത്ത കാലത്തോളം അള്ളാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിക്കൂല. നീ എത്ര കരഞ്ഞ് കഅബന്റെ തില്ല പിടിച്ച് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല, അറബിയോട് കാര്യം തുറന്നു പറഞ്ഞാലേ രക്ഷപ്പെടുള്ളൂ എന്ന് ഫത്വ കൊടുത്തു. ഇപ്പം തിരിച്ചു വന്നു. ഇത് ഇങ്ങനെ ഇപ്പോൾ ഒരു ഐഡിയയിലൂടെ ബുദ്ധിപരമായി അറബിയോട് അവതരിപ്പിക്കുക. കുറേ സമയം ആലോചിച്ചിട്ട് കുഴപ്പമില്ല, എന്നും എടുക്കുമ്പോൾ തന്നെ ഉടനെ അങ്ങോട്ട് പറയാൻ നീട്ടി വെക്കണ്ട. അങ്ങനെ ഇവൻ രാത്രി സമയത്ത്, സന്ധ്യാസമയത്ത്, കട പൂട്ടാൻ സമയത്ത് കഫീൽ മുതലാളി വരും. വന്നിട്ട് കണക്കും പണവും താക്കോലും ഏൽപ്പിക്കുമ്പോൾ എന്നും ഇവൻ പറയാൻ തുടങ്ങി, ഓക്കെ ഒരു 50 എടുത്തിട്ടുണ്ട്, ശുക്രൻ, മഅസ്സലാമ. അറബിക്ക് ഓക്കെ എന്നും തിരിഞ്ഞു, മഅസ്സലാമയും തിരിഞ്ഞു. ഇടയിൽ പറഞ്ഞ ആ വാക്ക് ഒരു ഒച്ച എന്നല്ലാതെ അറബിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്താണ് ഇപ്പം ഈ പറയുന്നത്? ഇവൻ മലയാളത്തിലാ പറയുന്നത്. ഇത് ഹലാലായി കിട്ടണമല്ലോ സംഭവം. ഓക്കെ, ഇത് സാധനം ഏൽപ്പിക്കുമ്പോൾ ചാവിയും കണക്കും പണവും ഏൽപ്പിക്കുമ്പോൾ ഓക്കെ 50 എടുത്തിട്ടുണ്ട്, മഅസ്സലാമ. ഇങ്ങനെ പോയി. അറബിക്കൊരു പിടിയും കിട്ടിയില്ല സംഭവം. കുറേ നാളുകൾ കഴിഞ്ഞു. പാവം അറബി തെറ്റിദ്ധരിച്ചത് എന്താണെന്നറിയോ?
താങ്ക് യു എന്ന് ഇംഗ്ലീഷിലും ശുക്രൻ എന്ന അറബിയിലും പറയുന്ന നന്ദി വാക്ക് ഈ സാധു ഇവന്റെ ഭാഷയിൽ പറയുന്നതായിരിക്കുന്ന അറബി തെറ്റിദ്ധരിച്ചത്. ദീർഘനാളുകൾ 50 എടുത്തിട്ടുണ്ട് എന്ന വാക്ക് കേട്ട് അറബി അതങ്ങോട്ട് പഠിച്ചിട്ട് ഒരിക്കൽ മലയാളികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ ചെന്നിട്ട് അറബി താങ്ക് യുവിന് പകരം ശുക്രൻ എന്നതിന് പകരം പറഞ്ഞു 50 എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ മലയാളികൾ ഇത് എന്താരെ നിങ്ങളിത് പഠിപ്പിച്ചെന്ന്, എവിടുന്ന് നിങ്ങളിത് കേട്ട് എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ കടയിൽ നിൽക്കുന്ന ആൾ എന്നും പറയുന്നത്. അപ്പോൾ കാര്യം പിടികിട്ടി. അറബി ചെന്ന് നല്ല പ്രഹരവും കൊടുത്ത് ഹുറൂജ് അടിച്ചിട്ടുള്ള ടിക്കറ്റും. ഇതാണ് ഈ ഹിസ്റ്ററിയുടെ ക്ലൈമാക്സ്. അപ്പൊ ഈ പറഞ്ഞതിൽ എന്താണെന്നറിയോ, ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ ഒരു സൂക്ഷ്മതയിലും തട്ടിപ്പ്, തൗബ ചെയ്യുന്നിടത്തും കളങ്കം, വറയിലും കളങ്കം, ഇതൊന്നും ഒരിക്കലും വിലപ്പോവില്ല. ദുന്യാവിലും നിനക്ക് ആളാകാം എന്നതിന് അപ്പുറം അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനോ സ്വർഗലോകത്തിന്റെ അവകാശിയാകാനോ ഒരിക്കലും നിനക്ക് സാധിക്കില്ല എന്നതാണ് പരമാർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് സ്നേഹം അവകാശപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക തന്നെ വേണം. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? മനിദ്ദഅ ഹുബ്ബൽ ജന്നതി മിൻ ഗൈരി ഇൻഫാഖി മാലിഹി. ഒരാൾ എനിക്ക് സ്വർഗം ഇഷ്ടമാണ്, സ്വർഗത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എങ്ങനെയാണ് അവൻ അവകാശപ്പെടുന്നത്? ബിഗൈരി ഇൻഫാഖി മാലിഹി. അവനെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സ്വത്ത് അത് ചിലവഴിക്കാതെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചിലവഴിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തെ സ്നേഹമാണെന്ന് അവകാശപ്പെടുന്നവൻ ഫഹുവ കല്ലാബ്, അവൻ കള്ളനാകുന്നു. സ്വർഗത്തിന്റെ വില എവിടെ കൊടുക്കേണ്ടത്? മരിച്ചു എന്നിട്ട് മഹ്ശറിൽ ഇങ്ങനെ ക്യൂ നിന്ന്, സിറാത്ത് പാലത്തിന്റെ അപ്പുറത്ത് ക്യൂ നിന്നിട്ട് കയ്യിലുള്ള പൈസ എടുത്തിട്ട് കൊടുത്തല്ല സ്വർഗം വാങ്ങുക. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഖാറൂൻ മുതലാളിയോട് റബ്ബ് പറഞ്ഞു. ഖാറൂൻ മുതലാളിയുടെ അനുയായികൾ എക്കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? വബ്തഗി ഫീമാ ആതാകല്ലാഹ്. അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ധനത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് നീ തേടിക്കോ, അന്വേഷിച്ചോ. എന്തിന്? അദ്ദാറൽ ആഖിറ, പരലോക വീടിന് വേണ്ടി, സ്വർഗത്തിലെ മണിമാളികക്ക് വേണ്ടി അള്ളാഹു നിനക്ക് തന്ന ധനം ഇവിടെ വെച്ച് തന്നെ നീ ചിലവഴിച്ചോ, നൽകിക്കോ. അതിന്റെ വില ഇവിടെ തന്നെ കൊടുത്തോ. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഈ ലോക ജീവിതത്തിന് നിനക്കാവശ്യമായ കാര്യങ്ങൾ അവഗണിക്കാതെ തന്നെ സ്വർഗത്തിന്റെ വില കൊടുക്കണം എന്നാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോ സ്വർഗത്തെ സ്നേഹമാണ് എന്ന ആ അവകാശവാദത്തിൽ ഞാനും നിങ്ങളും സത്യസന്ധന്മാരാകണമെങ്കിൽ അതിനുള്ള വില കൊടുക്കണം. അതിനുള്ള വില ആർക്കാ കൊടുക്കുക? ഫുഖറാ, മിസ്കീന്മാർക്ക് കൊടുക്കുക, അള്ളാന്റെ മാർഗത്തിൽ പൊരുത്തത്തിൽ കൊടുക്കണം. 3. വമനിദ്ദഅ ഹുബ്ബൻ നബി മിൻ ഗൈരി ഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ ഫഹുവ കദ്ദാബ്. അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് സ്നേഹമാണെന്ന് ഒരാൾ അവകാശപ്പെടുന്നു. മിൻ ഗൈരി ഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ, ദരിദ്രരായ പാവങ്ങളായ ആളുകളെ സ്നേഹിക്കാതെ, അവരെ സ്നേഹിക്കാതെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണെന്നൊരാൾ പറയുകയാണെങ്കിൽ ഫഹുവ കദ്ദാബ്, അവൻ പെരുങ്കള്ളനാണ്. മുത്തുനബിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും പാവങ്ങളെ, പട്ടിണി പാവങ്ങളെ, ദരിദ്രരെ സ്നേഹിക്കും. കാരണം നബി അവരെ സ്നേഹിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ളത് തനിക്ക് ഇഷ്ടാകണമല്ലോ. അവൻ എനിക്ക് നല്ല ഇഷ്ടം, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയും ഞാൻ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് അതിന്റെ രീതി. ഫുഖറാ, മസാക്കീനെ സ്നേഹിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ കള്ളവാദമാണ് നടത്തുന്നവർ. അവർ കള്ളാബുകളാണ്, പെരുങ്കള്ളന്മാരാണ്. ഇതാണ് ഇസ്ലാമിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് വറഅ് അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമാണ്, എൻ്റെ ജീവിത മരണം അവന് സമർപ്പിച്ചിരിക്കുന്നു എന്ന ജൽപ്പനം കൊണ്ട് കള്ളനാകാതെ ആത്മാർത്ഥമായി അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതെങ്ങനെ സാധിക്കുക? ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. 5 കാരണങ്ങളാൽ
പല വസ്തുക്കളെയും വ്യക്തികളെയും നാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. 5 കാരണങ്ങളാൽ ചില വസ്തുക്കളെയും ചില വ്യക്തികളെയും നാം സ്നേഹിച്ചിരിക്കുന്നു. ഈ 5 കാരണങ്ങളാലും പഠിച്ചാലും ചിന്തിച്ചാലും നമുക്ക് വ്യക്തമാകും, ഈ 5 കാരണങ്ങളാലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടി വരുന്നത്, സ്നേഹിക്കൽ നിർബന്ധമായി വരുന്നത് അല്ലാഹുവിനെ മാത്രമായിരിക്കും. സ്നേഹത്തിന് സൃഷ്ടികളെ, വസ്തുക്കളെ നാം സ്നേഹിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം അടിസ്ഥാനപരമായി 5 ഈ 5 കാരണങ്ങൾ നന്നായി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും, ഈ 5 കാരണങ്ങളാലും വാസ്തവത്തിൽ സൃഷ്ടികളെയല്ല സ്നേഹിക്കേണ്ടത്, സൃഷ്ടാവിനെ തന്നെയാണ്. അന്നമൻ അഹബ്ബ ഗൈറല്ലാഹ് ലാ മിൻ ഹൈസു നിസ്ബതുഹു ഇലല്ലാഹ് ഫദാലിക ലിഖുസൂരിഹി ഫീ മഅരിഫത്തില്ലാഹ് ഫദാലിക ലിജഹ്ലിഹി വഖുസൂരിഹി ഫീ മഅരിഫത്തില്ലാഹ്. അന്നമൻ അഹബ്ബ ഗൈറല്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അല്ലാത്ത എന്തിനെയോ സ്നേഹിച്ചു, ആരെയോ സ്നേഹിച്ചു. ലാ മിൻ ഹൈസു നിസ്ബതുഹു ഇലല്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയല്ല ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ വസ്തുക്കളെ സ്നേഹിച്ചത് എങ്കിൽ ഫദാലിക ലിഖുസൂരിഹി ഫീ മഅരിഫത്തില്ലാഹി വലിജഹ്ലിഹി, അല്ലാഹുവിനെ കുറിച്ചൊരു ചുക്കും അവൻ പഠിച്ചിട്ടില്ല, അവൻ മനസ്സിലാക്കിയിട്ടില്ല, അവൻ ജാഹിലാണ്, അവൻ പരമവിഡ്ഢിയാകുന്നു. ജ്ഞാനികൾ പറയുന്നു, അല്ലാഹ് അല്ലാത്ത എന്തെങ്കിലും വസ്തുവിനെയോ വ്യക്തികളെയോ അല്ലാഹുക്ക് വേണ്ടിയല്ലാതെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഫദാലിക ലിജഹ്ലിഹി വഖുസൂരിഹി ഫീ മഅരിഫത്തില്ലാഹ്, അവൻ ജാഹിലാണ്, അല്ലാഹുവിനെ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവല്ലാത്തവരെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോ വഹുബ്ബുൻ നബി മഹ്മൂദുൻ, നബിയെ സ്നേഹിക്കൽ സ്തുത്യർഹമാണ്. എന്തുകൊണ്ട്? ലി അന്നഹു ഐനു ഹുബ്ബില്ലാഹ്, നബിയെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കൽ തന്നെയാണ്. ഐനു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരോട് അല്ലാഹ് പറഞ്ഞത് നബിയിലൂടെ എന്നെ സ്നേഹിക്കൂ എന്നാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കൽ ഐനു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കലാണ്. ഫകദാലിക ഹുബ്ബുൽ ഉലമാഇ വൽ അത്ഖിയാഇ വൽ ഔലിയാ, തഖ്വയുള്ള ഭക്തരായ ആളുകൾ, ജ്ഞാനികൾ, ഔലിയാക്കൾ, അവരെയൊക്കെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അതൊക്കെ മഹ്മൂദാണ്, സ്തുത്യർഹമാണ്. ഔലിയാക്കളുടെ ഗ്ലാമർ കണ്ടിട്ടോ തൊലി നിറം കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ അല്ല സത്യവിശ്വാസികൾ അവരെ സ്നേഹിക്കുന്നത്. നബിമാരെ അതുകൊണ്ടല്ല സ്നേഹിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാ? അല്ലാഹു അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബ് ആദരിച്ച് സ്നേഹിച്ചവരെ നമ്മളും സ്നേഹിക്കണ്ടേ? വഹുവ യർജിഉ ഇലൽ അസ്ൽ, അടിസ്ഥാനപരമായി ആ സ്നേഹം അല്ലാഹുവിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഉലമാഇനെ, ജ്ഞാനികളെ, അഹ്ലു ബൈത്തിനെ, ഔലിയാക്കളെ, നബിമാരെ, സുദ്ദീഖീങ്ങളെ സ്നേഹിക്കൽ അതും ദീനിന്റെ കാഴ്ചപ്പാടിൽ മഹ്മൂദായ കാര്യമാണ്, സ്തുതിക്കപ്പെട്ട കാര്യമാണ്. അത് അല്ലാഹുവിനോടുള്ള സ്നേഹം തന്നെയാണ് അതിന്റെയും ബേസ്. ഇതല്ലാത്ത മറ്റു വ്യക്തികൾ, മറ്റു വസ്തുക്കൾ, അത് അല്ലാഹുക്ക് വേണ്ടിയല്ലാതെ അവകളെ സ്നേഹിച്ചാൽ അത് ഖുസൂറാണ്, അത് ജഹലാണ്. അല്ലാഹുവിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ 5 കാരണങ്ങളിൽ ഒരു കാരണം കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഫഅമ്മ സബബുൽ അവ്വലു വഹുവ ഹുബ്ബുൽ ഇൻസാനി നഫ്സഹു വകമാലഹു വദവാമഹു വദവാമ വുജൂദിഹി. പ്രഥമവും പ്രധാനവുമായി ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തന്റെ സ്വന്തത്തെ തന്നെയായിരിക്കും, തന്നെ തന്നെയായിരിക്കും. ആ തന്റെ വുജൂദ്, തന്റെ വ്യക്തിത്വം, അതിന്റെ പൂർണ്ണത, അതിന്റെ നിലനിൽപ്പ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ പൂർണ്ണത, എൻ്റെ നിലനിൽപ്പ്. ദവാമു വുജൂദിഹി, ഞാൻ നിലനിൽക്കണം ദീർഘായുസ്സോടെ നല്ലവനായി. ഇതാണ് ഓരോരുത്തര് ആദ്യമായി ആശിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അതായിരിക്കും അല്ലേ സ്വന്തം നിലനിൽപ്പ്. അന്നമൻ അറഫ റബ്ബഹു വഅറഫ നഫ്സഹു അറഫ ഖത്ആ.
ഓരോരുത്തരും അവരവനെ തന്നെയാണ് സ്നേഹിക്കുക. സ്വന്തത്തെക്കാൾ ഉപരി ഒന്നിനെയും സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ആരും തന്നെ സ്നേഹിക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരാൾ തന്നെ കുറിച്ച് പഠിച്ചാൽ, തന്റെ ഉടമസ്ഥനെ കുറിച്ച് പഠിച്ചാൽ അവന് ബോധ്യപ്പെടും, അവന് ഉറപ്പാകും, അന്നഹു ലാ വുജൂദ ലഹു മിൻ ദാതിഹി, എന്റെ സ്വന്തത്തിന് സ്വയം നിലനിൽപ്പില്ലല്ലോ, എനിക്ക് നിലനിൽപ്പില്ല, ഞാൻ സ്വയംഭൂ ആയി ഉണ്ടായതല്ല എന്ന് മാത്രമല്ല, ഉണ്ടായിട്ട് എന്നെ നിലനിർത്തുന്നതും ഞാനല്ല, സൃഷ്ടിലോകത്തെ ഒരു മരുന്നുമല്ല, ഒരു ഡോക്ടറുമല്ല, ഒരു സംരക്ഷകരുമല്ല. സ്വന്തം എന്ന് പറയുന്ന ഈ ഞാനുണ്ടല്ലോ, ഇതിന് വുജൂദില്ല, നിലനിൽപ്പില്ല. പിന്നെയോ വഇന്നമാ വുജൂദു ദാതിഹി വകമാലു വുജൂദിഹി വദവാമു വുജൂദിഹി മിനല്ലാഹി വബില്ലാഹ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വേണ്ടാത്ത തന്നെ ആലോചിക്കാൻ നിന്നിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നീ നിന്നെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക? ആലോചിച്ചാൽ എന്താ പിടികിട്ടുക? ഇന്നമാ വുജൂദു ദാതിഹി, ഞാൻ ഉണ്ടായത് എന്ന് മാത്രമല്ല, വകമാലു വുജൂദിഹി, എന്റെ ഉണ്ടാവലിലുള്ള പൂർണ്ണത, എനിക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റിയത്, വദവാമു വുജൂദിഹി, ആയുസ്സോടെ ഞാൻ നിലകൊള്ളുന്നത്, മിനല്ലാഹി വബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിൽ നിന്നും മാത്രമാകുന്നു. ഞാൻ ഉണ്ടായത്, ഞാൻ നിലനിൽക്കുന്നത്, ഞാൻ പൂർണ്ണത കൈവരിക്കുന്നത് അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ്. ഇതങ്ങട്ട് ബോധ്യപ്പെടും. മാത്രമല്ല, വകുല്ലു മാ ഫിൽ വുജൂദി വലൈസ മാ ഫിൽ വുജൂദി ശൈഉൻ ലഹു ബിനഫ്സിഹി ഖിവാമുൻ ഇല്ലൽ ഹയ്യുൽ ഖയ്യൂമുല്ലദീ ഖായിമുൻ ബിദാതിഹി വകുല്ലു ഗൈരിഹി വകുല്ലു മാ സിവാഹു ഖായിമുൻ ബിഹി. ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവില്ല, ഞാനെന്നല്ല. ഒരാൾ ആലോചിച്ചാൽ അവന് പിടികിട്ടും. മഹത്തുക്കളായ ജ്ഞാനികൾ ഖുർആൻ മാനദണ്ഡമാക്കി പഠിപ്പിക്കുന്നു. ഒരാൾ യഥാർത്ഥ നിലയിൽ അവന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ അവന് കിട്ടും, അവന് ഉത്തരം കിട്ടുമെന്ത്? വലൈസ ഫിൽ വുജൂദി ശൈഉൻ, ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും യഥാർത്ഥത്തിൽ വുജൂദ് തന്നെയില്ല, അതൊന്നും ഇല്ല. വലൈസ ഫിൽ വുജൂദി ശൈഉൻ ലഹു ബിനഫ്സിഹി ഖിവാമുൻ ബിനഫ്സിഹി, സ്വയം പര്യാപ്തതയുള്ളതായ നിലയിൽ, സ്വയം നിലനിൽക്കുന്നതായ നിലയിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല തന്നെ. ആരൊഴികെ? ഇല്ലൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എന്നെന്നും സ്വയം പര്യാപ്തനായി നിലനിൽക്കുന്ന റബ്ബു തആലയല്ലാത്ത ഒന്നും, ഒരു അസ്തിത്വവും ഈ ലോകത്തില്ല. സ്വയം നിലനിൽക്കുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. വകുല്ലു മാ സിവാഹു ഖായിമുൻ ബിഹി, അവനല്ലാത്ത എല്ലാം അവനെ കൊണ്ട് നിലനിൽക്കുന്നതാകുന്നു. ഇതാണ് ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് ഔലിയാക്കൾ ദിക്റായി നമുക്ക് പഠിപ്പിച്ചത്. ചില ആളുകൾ അത് ശങ്കരാചാര്യരുടെ അദ്വൈത ദിക്റാണ് എന്ന് ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. എന്ത്? ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ ഈ ലാ മൗജൂദ ഇല്ലല്ലാ? അല്ലാത്ത ഒന്നുമില്ല. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അല്ലാകണ്ടേ? ഈ പള്ളി അല്ലാകണ്ടേ? മരം അല്ലാകണ്ടേ? ആ കാണുന്ന പോത്ത് അല്ലാകണ്ടേ? ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ആ പോകുന്ന പോത്ത് അല്ലാകണ്ടേ? അല്ലാത്ത ഒന്നുമില്ലെങ്കിൽ അവർക്കിതിന്റെ ആശയം പിടികിട്ടിയില്ല എന്നതാണ്. ഇത് ഖുർആനീക ദിക്റാണ്. സ്വയം വുജൂദുള്ള സ്വയം നിലനിൽപ്പുള്ള ഒന്നുമേയില്ല, അല്ലാഹു അല്ലാത്ത. വകുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നിലനിൽപ്പുള്ളത് ഒന്നു മാത്രം, അത് റബ്ബിന്റെ വജ്ഹു മാത്രം. അല്ലാത്തതൊന്നും യഥാർത്ഥത്തിൽ ഇല്ല, അതിന് നിലനിൽപ്പില്ല, അതിന് അസ്തിത്വമില്ല.
അതുകൊണ്ട് ഉള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ അള്ളാഹു ഉള്ളത് കൊണ്ട് നിഴല് പോലുണ്ടായതാണ് പ്രപഞ്ചം. ജ്ഞാനികൾ പറഞ്ഞു, വകുല്ലു മാ ഫിൽ വുജൂദി ബിൽ ഇലാഫത്തി ഇലാ ഖുദ്റത്തില്ലാഹി തആല ഫഹുവ കല്ലില്ലി ബിൽ ഇലാഫത്തി ഇല ശജറത്തി. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക്, അവന്റെ ദാത്തിലേക്ക് നോക്കുമ്പോ ഈ സൃഷ്ടിലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിഴല് പോലെയാണ്. ഏതുപോലെ? ബിൽ ഇലാഫത്തി ഇല ശജറ, മരത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് നിഴലുള്ളതുപോലെ. മരത്തിന് നിഴലുണ്ടാകും, തണലുണ്ടാകും. അതിന് സ്വയം നിലനിൽപ്പുണ്ടോ? ഈ നിഴലിന് സ്വയം നിലനിൽപ്പുണ്ടോ? നിഴല് എന്ന് പറഞ്ഞ സാധനത്തിന് സ്വയം നമുക്ക് കിട്ടുമോ? കിട്ടൂലല്ലോ. മരമുള്ളത് കൊണ്ട് മാത്രമാണ് നിഴലുണ്ടായത്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും വുജൂദുൻ ലില്ലിയുൻ, നിഴലിന്റെ നിലനിൽപ്പ് പോലത്തെ നിലനിൽപ്പ് മാത്രമാണ് സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പ്. അപ്പോ ഒരാള് സൂര്യാഘാതമേറ്റ് ക്ഷീണിച്ച ഒരാള് നിഴലിനെ, തണലിനെ സ്നേഹിക്കുന്നു, മരത്തെ സ്നേഹിക്കാതെ. ഇത് വിഡ്ഢിത്തല്ലേ? അല്ലേ? ഞാൻ എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ? എന്നെ പടച്ച്, എന്നെ നിലനിർത്തി, എന്നെ തീറ്റിപ്പോറ്റുന്ന നാഥനെ സ്നേഹിക്കാതെ, എണ്ണമറ്റ അനുഗ്രഹം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന നാഥനെ സ്നേഹിക്കാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വന്തത്തെ സ്നേഹിക്കുക? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ സ്വന്തങ്ങളെ സ്നേഹിക്കുക? ബുദ്ധിയുള്ള മനുഷ്യൻ സ്വന്തത്തെക്കാൾ ഉപരി ആ സ്വന്തത്തെ പടച്ച് നിലനിർത്തി പൂർണ്ണത നൽകുന്ന ഉടമസ്ഥനെയായിരിക്കും സ്നേഹിക്കുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഒരു വെളിച്ചെട്ടുക മാത്രമാണ്. പൂർണ്ണമായിട്ടിത് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഭാഷയ്ക്കും ഭാവനക്കും അതീതമായ ഒരു ശക്തിയാണ് സ്നേഹം. അതിന് നിർവചിച്ചാലും അതിന് ഭാഷ ഉണ്ടാക്കിയാലും അതിനൊക്കെ പരിധിയും പരിമിതിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിഴലിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ മരത്തെ സ്നേഹിക്കും. ഇതുപോലെ എന്നെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ സൃഷ്ടിലോകത്തെ എന്തിനേയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി അതിന്റെ ഉടമസ്ഥനായ യഥാർത്ഥ വുജൂദുള്ള റബ്ബ് തആലയെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാരണം, സ്നേഹത്തിന്റെ കാരണം, ഓരോരുത്തരും അവന്റെ സ്വന്തത്തെ സ്നേഹിക്കലാണ്. സ്വന്തത്തിന്റെ വളർച്ചയും വികാസവും നിലനിൽപ്പുമാണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുക. ഈ നിലയിൽ നോക്കുമ്പോൾ അതിനെ പടച്ച് നിലനിർത്തി തീറ്റിപ്പോറ്റി അതിന് പൂർണ്ണത കൊടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബിനെ ആദ്യം സ്നേഹിക്കാതെ ഒരാൾക്കും അവനെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാരണം, അസ്സബബുസാനി ഹുബ്ബു മൻ അഹ്സന ഇലൈ, സഹായങ്ങൾ ചെയ്തു തരുന്നവരെ ഇഷ്ടപ്പെടും. ഇത് മനുഷ്യപ്രകൃതിയാണ്. എന്നെ സഹായിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. വഖദ് ജിബില്ലത്തിൽ ഖുലൂബ് അലാ ഹുബ്ബി മൻ അഹ്സന ഇലൈഹ വബുഗ്ളി മൻ അസാഅ ഇലൈഹ. ഹൃദയങ്ങളുടെ നേച്ചറാണ്, പ്രകൃതിയാണ്, മനുഷ്യന്റെ നൈസർഗിക ഗുണമാണ് എന്ത്? അവനെ സഹായിക്കുന്നവൻ അവൻ സ്നേഹിക്കുക എന്നുള്ളത്. അത് ഏത് കാരാക്കോസ് കമ്പനിയാണെങ്കിലും, ആള് കുടിയനാണെങ്കിൽ എന്താ, ആള് പലിശക്കാരനാണെങ്കിൽ എന്താ, എന്നെ സഹായിച്ചല്ലോ അല്ലെ, അങ്ങനെ ഉണ്ടാവും. നാളെ നല്ലൊരാളാണ്, ഒരു നല്ല പെർഫെക്റ്റ് മേനാണ്, ഒരിക്കൽ സഹായം അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഇവന്റെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അതിന് ഒഴിവില്ല, അന്ന് തുടങ്ങിയത് അവനോട് വെറുപ്പ്. എല്ലാ മേഖലയിലും നല്ല ആളായിരുന്നു, കാരണം അവനെ സഹായിച്ചില്ല, അതുകൊണ്ട് വെറുപ്പ്. ഇത് മനുഷ്യപ്രകൃതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തൊരു ദുആ ഉണ്ട്, എന്തറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ അലയ്യ യദാ ഫയുഹിബ്ബുഹു ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ അലയ്യ യദാ ഫയുഹിബ്ബുഹു ഖൽബി. പടച്ചോനെ, എന്നിൽ സ്വാധീനം ചെലുത്താൻ ഒരു തെമ്മാടിക്ക് നീ അധികാരം കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഒരു തെമ്മാടിയെ കൊണ്ട് പടച്ചോനെ നീ എന്നെ സഹായിക്കരുത്. എന്നെ നീ സഹായിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇടയിൽ ഒരു തെമ്മാടിയെ നിർത്തരുത് കേട്ടോ. എന്റെ കാര്യത്തിൽ ഒരു തെമ്മാടിക്ക് നീ സ്വാധീനം, അധികാരം നൽകരുത് റബ്ബേ. എന്താ കുഴപ്പം? ഫയുഹിബ്ബുഹു ഖൽബി, എന്നെ സഹായിക്കുന്ന തെമ്മാടിയെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലോകത്തിന് മാതൃകയാകേണ്ട ഞാൻ തെമ്മാടികളെ കൂട്ടുപിടിച്ച് അവരെ സ്നേഹിച്ച് കൂടെ കൂടിയാൽ അത് എന്നെ നോക്കി പഠിക്കുന്ന ആളുകൾക്ക് പ്രശ്നമാകുന്നത് കൊണ്ട് പടച്ചോനെ, തെമ്മാടികൾക്ക് എൻ്റെ മേലിൽ നീ സ്വാധീനം കൊടുക്കരുത്, കാരണം ഞാൻ അവരെ ഇഷ്ടപ്പെട്ടു. മനുഷ്യന്റെ പ്രകൃതിയാണത്. ഈ നിലയിൽ ആലോചിക്കുമ്പോൾ സഹായം ചെയ്യുന്നവരെ മനുഷ്യൻ ഇഷ്ടപ്പെടും, ഉപദ്രവിക്കുന്നവരെ മനുഷ്യർ വെറുക്കും. ഈ നിലയിൽ നോക്കുമ്പോ
യഥാർത്ഥ സഹായി, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ നമുക്കൊക്കെ വ്യക്തമാകും. ഒരാൾ യഥാവിധി കാര്യം മനസ്സിലാക്കിയാൽ അവന് ബോധ്യപ്പെടും പടച്ചവൻ മാത്രമാണ് സഹായിക്കുന്നത്. ഒരാൾ ATM കാർഡും സീക്രട്ട് നമ്പറും തന്നിട്ട് പറഞ്ഞു ആവശ്യമുള്ളത് 24 hours 24 മണിക്കൂറും നിന്റെ കാര്യം നടക്കണം, അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കും, നിനക്ക് ആവശ്യമുള്ളത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഫഇന്നക തദുന്നു അന്നൽ ഇഹ്സാന മിൻഹു, നീ എന്താ വിചാരിക്കുക? അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നീ എന്താ വിചാരിക്കുക? അന്നൽ ഇഹ്സാന മിൻഹു, വല്ലാത്തൊരു മനുഷ്യൻ, അവൻ ഇത്ര വലിയ ഗുണം എനിക്ക് ചെയ്തല്ലോ. വഹുവ വലത്തുൻ, അത് നിന്റെ അബദ്ധധാരണയും നിന്റെ വിഡ്ഢിത്തവുമാണെന്ന് ഇസ്ലാം പറയുന്നു. അങ്ങനെ നീ അവനെ കുറിച്ച് മനസ്സിലാക്കിയാൽ വഹുവ വലത്തുൻ, ധാരണ പിശക് പറ്റി നിനക്ക്, തെറ്റുപറ്റി നിനക്ക്. എന്തുകൊണ്ട്? ഈ ആൾക്ക് പണം കൊടുത്തത്, ആയുസ് കൊടുത്തത്, ആ പണം നിലനിർത്തി കൊടുത്തത്, എന്നിട്ട് നിനക്ക് തരാനുള്ള മനസ്സ് കൊടുത്തത്, തരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ അല്ലാഹു മാത്രമാകുന്നു. വലൗലാ കുല്ലു ദാലിക, ഈ പറയപ്പെട്ട ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായാൽ ലമാ അഅ്താക ഹബ്ബതൻ മിൻ മാലിഹി, അവന്റെ സ്വത്തിൽ നിന്ന് ഒരു മണി അരി പോലും നിനക്ക് കിട്ടുമായിരുന്നില്ല. ആൾക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്, അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്, ATM കാർഡ് കൊടുത്തു, എല്ലാം കൊടുത്തു, അവസാന നിമിഷം വേണ്ടാന്ന് അങ്ങോട്ട് തോന്നി. എന്താ ചെയ്യാ? കിട്ടുവോ? സഹായിക്കൂല. ഈ എല്ലാ ഘടകങ്ങളും ഒപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. അതുകൊണ്ട് സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ഏതൊക്കെ നിലക്ക് നിന്നെ സഹായിച്ചാലും ആ സഹായം ഉടമസ്ഥന്റെ വിധിക്കനുസരിച്ച് സഹായിക്കുന്നവൻ യാന്ത്രികമായി ചലിക്കുന്നതിലുപരി അവനതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. റബ്ബു തആല അതിനിടയിൽ ഒരു മാധ്യമത്തെ വെച്ചതു മാത്രമാണ്. സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ യുതസവ്വറുൽ ഇഹ്സാനു മിനൽ ഇൻസാനി ഇല്ലാ ഇലാ നഫ്സിഹി, മനുഷ്യൻ മറ്റൊരു മനുഷ്യർക്ക് ഗുണം ചെയ്യാന്നുള്ളത് അസംഭവ്യമാണെന്നാ. എന്തായി പറയുന്നത് പഠിച്ചോനെ? എന്ത്? അൽ ഇഹ്സാനു മിനൽ മഖ്ലൂഖിന മുഹാലുൻ, മനുഷ്യരിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കുക എന്നത് അസംഭവ്യം. അപ്പോൾ അവിടെ സഹായിക്കുന്നില്ലേ? സ്വതക്ക ചെയ്യുന്നില്ലേ? ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ? കണ്ടറിഞ്ഞിട്ട് ഇവന്റെ ബുദ്ധിമുട്ട് ഇവൻ നോക്കാതെ കൊടുക്കുന്നില്ലേ? ഇത് സഹായല്ലേ? ഇതൊന്ന് നന്നായി ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മനസ്സിലാകും. ഇവിടെ അള്ളാഹുവിനാണ് റോള്. ഈ സ്വതക്ക ചെയ്യുന്ന ധർമ്മിഷ്ഠനായ ആള്, ഉദാരമനസ്കനായ ആള്, അവൻ എന്ത് റോളാണുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ചാലും ചിന്തിച്ചാലും അറിയും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം വളരെ പ്രധാനമായതാണ്. സഹായം നൽകുന്നവരെ മനുഷ്യർ ഇഷ്ടപ്പെടും. ഈ നിലയിൽ റബ്ബിനെ മാത്രമാണ് വിശ്വാസികൾ സ്നേഹിക്കേണ്ടത്. എന്തുകൊണ്ട്? അതിൻ്റെ സഹായങ്ങളുടെ പിറകിലെല്ലാം ഉടമസ്ഥന്റെ അദൃശ്യമായ കരങ്ങളാണുള്ളത്, റബ്ബിന്റെ കൈകളാണുള്ളത് എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കി യഥാവിധി പടച്ച റബ്ബിനെ സ്നേഹിക്കുന്ന ഉത്തമരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.